നമസ്കാരം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചരണ പരിപാടികൾ ഏറ്റവും ആദ്യം തുടങ്ങിയതും ഏറ്റവും വേഗത്തിൽ നീക്കിക്കൊണ്ടിരിക്കുന്നതും BJP എന്ന പാർട്ടി തന്നെയാണ്. എന്തായാലും പ്രചരണ തന്ത്രങ്ങൾ മാത്രമല്ല, മറിച്ച് അണിയറയിലും കാര്യമായ നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ കൂടുതൽ നേതാക്കളെ പാളയത്തിൽ എത്തിക്കാനുള്ള ചില ശ്രമങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. കോൺഗ്രസിനുള്ളിൽ വലിയ സ്വാധീനമുള്ള നേതാക്കളെ തന്നെയാണ് BJP പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത്. ഇതിനു വേണ്ടി ഒരു ഉന്നതതല സമിതി പോലും BJP ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. കേന്ദ്രമന്ത്രിയായ ഭൂപേന്ദ്ര യാദവ്, അസം മുഖ്യമന്ത്രിയായ ഹിമന്ത ബിശ്വ ശർമ്മ, ദേശീയ ജനറൽ സെക്രട്ടറിയായ വിനോദ് താവ്ഡെ, സംഘടനാ ചുമതലയുള്ള സെക്രട്ടറിയായ BL സന്തോഷ് എന്നിവർ ഉൾപ്പെടുന്നതാണ് ഈ സമിതി. ഈ 4 പേരായിരിക്കും ഇത്തരത്തിലുള്ള തന്ത്രങ്ങൾ മെനയാൻ പാർട്ടിക്കുള്ളിൽ ഉണ്ടാവുക. BJPക്ക് കാര്യമായി സ്വാധീനമില്ലാത്ത മേഖലകളിലെ പ്രതിപക്ഷ പാർട്ടികളിലുള്ള അതൃപ്തരും എന്നാൽ സ്വാധീനമുള്ളവരുമായ നേതാക്കളെ പാർട്ടിയിലേക്ക് എടുക്കുക എന്നത് തന്നെയാണ് BJP ലക്ഷ്യം വെക്കുന്നത്. 3 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വൻ വിജയത്തിന് തൊട്ടു പിന്നാലെ വരുന്ന തെരഞ്ഞെടുപ്പിൽ മോദി സർക്കാർ വീണ്ടും 3ാം ഊഴം നേടും, അല്ലെങ്കിൽ ഹാട്രിക് നേടും എന്ന തികഞ്ഞ ആത്മവിശ്വാസം BJPക്കുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ പാർട്ടിയിലെ അതൃപ്തർ പാർട്ടിയിലേക്ക് അടുക്കുമെന്നതിന്റെ ഒരു വലിയ ആത്മവിശ്വാസം കൂടി പാർട്ടി പങ്കുവെക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ കോൺഗ്രസിലെ രാഹുൽ ബ്രിഗേഡിൽ അടക്കമുള്ള ഇടഞ്ഞു നിൽക്കുന്ന നേതാക്കളെയും പാർട്ടി ലക്ഷ്യം വെക്കുന്നുണ്ട് എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ദക്ഷിണേന്ത്യയിലാവട്ടെ കാര്യമായി വോട്ട് നേടാനായില്ല എങ്കിൽ പോലും കോൺഗ്രസിലെ വിമതരടക്കം കൂടുതൽ ആളുകളെ പാർട്ടിയിലേക്ക് എത്തിക്കുക എന്നത് വലിയ ലക്ഷ്യം തന്നെയാണ്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ രാഹുൽ ഗാന്ധി ദുർബലനാണ് എന്നുള്ള പ്രചരണം ശക്തമാക്കാൻ BJPക്ക് സാധിക്കുകയും ചെയ്യും. തെരഞ്ഞെടുപ്പിന് മുൻപേ കൂടുതൽ പ്രമുഖർ പാർട്ടിയിലേക്ക് എത്തും എന്നതിന്റെ സൂചന BJPയിൽ നിന്നുള്ള മുതിർന്ന നേതാക്കൾ ഇതിനു മുൻപ് തന്നെ പങ്കുവച്ചിരുന്നു. ദേശീയത അടക്കം BJP ആശയങ്ങളോട് താല്പര്യമുള്ളവരെ പാർട്ടിയിലേക്ക് കൊണ്ടുവരിക എന്നത് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ദില്ലിയിൽ ചേർന്ന നേതൃയോഗത്തിൽ അമിത്ഷാ അടക്കമുള്ള ആളുകൾ നിർദ്ദേശം നൽകിയതും. അങ്ങനെ BJP വല വിരിച്ചിരിക്കുന്നു. അത് കോൺഗ്രസ് പാർട്ടിയിലെയും അല്ലെങ്കിൽ മറ്റ് പ്രധാനപ്പെട്ട പ്രാദേശിക പാർട്ടികളിലുമുള്ള നേതാക്കളെ തന്നെ ഉന്നം വെച്ചുകൊണ്ടാണ്. നമുക്കറിയാം, പല നേതാക്കളും സീറ്റ് വിഭജന ചർച്ചകളിലടക്കം അല്ലെങ്കിൽ തങ്ങൾക്ക് അവസരം നിഷേധിക്കുന്നതിലൊക്കെ വലിയ അതൃപ്തരാണ്. അങ്ങനെ അതൃപ്തരായി ഇടഞ്ഞു നിൽക്കുന്ന ആളുകളെ പാർട്ടിയിലേക്ക് കൊണ്ടുവരിക, BJPയിലേക്ക് കൊണ്ടുവരിക എന്ന ഒരു വലിയ ലക്ഷ്യം കൂടി BJP ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.